ഇതുപോലത്തെ 2 ഫ്രണ്ട്സിനെ കിട്ടിയ ഞാൻ ഒരുപാട് ലക്കി കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ 16K ഫോളോവേഴ്സ് ആവുന്നവരെ എന്റെ ലൈഫ് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മുമ്പത്തെ വീഡിയോസും ഫോട്ടോസും എടുത്തറിയാൻ പറ്റും കൂൾ ഐഫോണിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. കാരണം എന്റെ കൂടെ പഠിച്ച 2 പിള്ളേരുണ്ട്. ലൈക്ക് കൃഷ്ല രാഹില എന്ന പേര്. വയനാട് നിന്നാണ് ഇവർ വന്നത്. ലൈക്ക് ഞാൻ ഹോസ്റ്റലിൽ ഇവരുടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെപ്പോഴും അവരുടെ ഫോൺ വന്നിട്ട് എപ്പോഴും പറയും, നീ ഇപ്പൊ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക. കാരണം ഇവർക്ക് അറിയാം എന്താണ് എന്റെ ഇഷ്ടങ്ങളെന്ന് നന്നായിട്ട് അറിയാം കേട്ടോ. സോ അവരെപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്ത് നീ ഇപ്പൊ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുന്ന പറയും. അതുപോലെ തന്നെ ഇവരുടെ ഫോണിൽ ആകെ 120 GB ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവര് അവരുടെ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ട് എന്റെ വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സ്പേസ് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അതുപോലെ ആ എടുത്ത ഫോട്ടോസും വീഡിയോസും ക്ലാരിറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോണിൽ തന്നെ ഇൻസ്റ്റ ID ലോഗിൻ ചെയ്തിട്ട് ഞാൻ ഇടാറുണ്ട്. ലൈക്ക് ഇങ്ങനെയൊന്നും ആരും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും എന്താ പറയുക അടിപൊളി ഫ്രണ്ട്സ് ആണ്. അതുപോലെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വിളിച്ചാൽ പോലും എനിക്ക് ഫോട്ടോസ് വീഡിയോസ് എടുത്തരണേ അവർ പറയും ലൈക്ക് ഞാൻ ഇപ്പൊ ബിസി തന്നെ, കുറച്ച് കഴിഞ്ഞ് വിളിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയി പറയാറുണ്ട്. ലൈക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ പെൺപിള്ളേരാണ് പെൺപിള്ളേരുടെ ഏറ്റവും ശത്രുത എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ 2 പിള്ളേരുണ്ടല്ലോ, എന്റെ പൊന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഇൻസ്പയർ ആയിട്ടുള്ള 2 പിള്ളേരാട്ടോ. ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇവരുടെ. കാരണം 30K ഫോളോവേഴ്സ് ആയപ്പോൾ പോലും ഏറ്റവും ഹാപ്പി ആയത് അവരായിരിക്കും. അതുപോലെ എന്തുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയും കീപ് ഗോയിങ് സാൻഡ്ര, ലൈക്ക് ഇങ്ങനെ തന്നെ പോകണം, ലൈക്ക് അടിപൊളിയാണ്, ഇനിയും ചെയ്യണം, അങ്ങനെയൊക്കെ പറയും. സോ എന്റെ ലൈഫിൽ ഏറ്റവും മറക്കാത്ത അല്ലെങ്കിൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്ഫുൾ ആയിട്ടുള്ള 2 പേരാണ്, ഡ്രിഷ്ല ആൻഡ് റഹ്ല. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഗൈസ്.